ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്? അതെ, നമ്മള് ലാസ്റ്റിൽ ഇപ്പോൾ എടുത്ത ഡിസംബർ ഇപ്പൊ ഒരു വീഡിയോ വരും, ഞാൻ മാത്രം. ഇവള് പിന്നെ ഇവര് കുറച്ച് ഫ്രണ്ട്സായിട്ട് പുറത്തു പോയ ഒരു വീഡിയോ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്തത് ഒരു ഹരിയാന ട്രിപ്പ് അല്ലേ. കുറേ നാളിന് ശേഷം നമ്മളൊരു ഹരിയാന ട്രിപ്പിലേക്ക് പോയതാണ്. പിന്നെ എൻ്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കുറച്ച് നാള് അതാണ്, ഇവർക്ക് ബുദ്ധി കുറവല്ലേ, അപ്പൊ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല, സൗന്ദര്യബോധം ഇല്ലാത്ത തെണ്ടികൾ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയും ഡെയിലി ഡ്യൂട്ടിയിലും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ. അപ്പോൾ അടിപൊളിയാണ്, മീശ ഗംഭീരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു കുറച്ച് നാളത്തേക്ക് ഈ ഒരു ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ ഇന്ന് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇന്നൊരു ജസ്റ്റ് നമ്മളിതാ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് പോകാനുള്ള പരിപാടിയുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് ടൈം കിട്ടി, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഒരു റൈഡ്, അപ്പോൾ ഒരു റോഡിലേക്കൊരു റൈഡ് പോകാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മളിത് ഇപ്പോൾ റെഡിയായി, അപ്പോൾ പുറത്തേക്ക് പോകാൻ നോക്കുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം അല്ലേ. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഗുരുഗ്രാം എന്ന് പറഞ്ഞാൽ ദില്ലിയിലെ ഗുരുഗ്രാം സൈഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പോകണം. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇതുവരെ വന്നിട്ട് പോയില്ല, അപ്പോൾ ആ റൂട്ടിൽ ഇതുവരെ പോകാത്തതുകൊണ്ട് ആ റൂട്ടൊക്കെ ഒന്ന് പോകാൻ കാണാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ഏട്ടൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് കോഫി ഹൗസ് കയറിയിട്ടുണ്ടായിരുന്നേ, ഗുരുഗ്രാമിൽ തന്നെയുള്ള. അപ്പോൾ ഇത് ഹരിയാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കമ്പനീൻ്റെ കീഴിലുള്ളൊരു കോഫി ഹൗസ് ആട്ടോ. അപ്പോൾ അവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അവരെ മുഖമൊന്നും കാണിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവരെ കമ്പനീൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. കോഫി ഹൗസ് ആകുമ്പോൾ കൂടുതൽ മലയാളീസ് തന്നെയായിരിക്കും. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. കണ്ണൂരുകാർ തന്നെ കൂടുതലും ഉണ്ടായിട്ടുണ്ടായത്. അങ്ങനെ നമ്മളിവിടുന്ന് കോഫിയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നോക്കൂ ഗൈസ്, മുമ്പിലത്തെ പൊടി കണ്ട, നമ്മൾ ആ പൊടിയിലേക്കാണ് കയറി പോണ്ട. വെള്ളം പെട്ടെന്ന് ചൂടായിട്ട് വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് വീട്ടിലെത്താൻ. നമ്മളിവിടെ എത്തി കേട്ടോ. ഇത് മറ്റേ ലേക്കിൻ്റെ അവിടെയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റി. അതിൽ ഒരാൾക്ക് കയറാൻ പറ്റില്ല, രണ്ടാൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ രണ്ടാൾക്ക് 2000 വേണം. അങ്ങനെ കാണാൻ നല്ല. അതെ, നമ്മളിപ്പോൾ ഇവിടെ എത്തിനുള്ളൂ. വണ്ടി അത് അവർ താഴ്ത്തി ഇപ്പോൾ താഴെ ഇറക്കി വെക്കും. നല്ല അടിപൊളി, സൂപ്പർ കേട്ടോ, സൂപ്പർ. അതെ താഴെ ഇറക്കി കണ്ട, അവരിപ്പോൾ താഴെ ഇറങ്ങിയിട്ടുണ്ടതാ. അടിപൊളി. ഇവിടെ അതല്ലാണ്ട് ഇതൊക്കെ ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങ് ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് മെയിൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഇത് ജസ്റ്റ് കണ്ടിട്ട് ഒന്നിവിടെ നിർത്തിയതാ വണ്ടി. ഇതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം നമ്മളിതാ ഇവിടെ വന്നിട്ടുള്ള കേട്ടോ, ദംദമാ ലേക്ക്, ഹരിയാനയിലുള്ള ഒരു ചെറിയ ലേക്കാണ് അല്ല, ഹരിയാന ഗുഡ്ഗാവിൽ. ഇതാണ് ഈ ലേക്കിൻ്റെ ഇതിൻ്റെ മുൻവശം വരുന്നത്. ഇവിടെ നല്ലൊരു റൂം കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വന്ന് താമസിക്കാനും കാര്യങ്ങളും ഉള്ള നല്ല സൗകര്യം. എന്താ, കുട്ടികൾക്കുള്ള പാർക്ക്, ഇങ്ങനെയുള്ള ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ തന്നെ നല്ല സ്പെഷ്യൽ വില്ലേജ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അപ്പോൾ ഇത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തൊക്കെയാണ് മെനു എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ട്രൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും കൂടി ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ.
ഒട്ടഹ അല്ല ഒട്ടഹി ഉണ്ടല്ലോ ഇവിടെ. കുറേ പട്ടികളും ഉണ്ടല്ലോ. ഒട്ടകത്തിൻ്റെ പൈസ കഴിക്കണം. ഇത് എവിടെ കണ്ട അതാ ചായക്കടയുണ്ട്. ആൾക്കാരൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ചായ നമുക്ക് അലർജി ആയതുകൊണ്ട് പ്രശ്നം. ഇത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന സാധനമല്ലേ ഇത്. തോക്ക്, വെടിവെക്കൽ, ബലൂൺസ്. പിന്നെ ചെറിയ കുട്ടിക്ക് കയറാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ഒട്ടകം. कितना दूर? ये राइड होती है मैम 300 मीटर की. यहाँ से सामने इधर जाएगा, वो ऑटो बना हुआ, फिर वापस यहीं पे आएगा. ഇത് 200 റുപ്യക്ക് 300 മീറ്റർ ദൂരം. ഒട്ടകത്തിൻ്റെ സവാരി 200 രൂപ. കയാക്കിങ്ങിൻ്റെ ബോർഡ്, കയാക്കിങ്ങിൻ്റെ ബോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. वो करो टच यहाँ पे करो, कुछ नहीं करेगा ऐसा नहीं. പേടിയുണ്ട് തൊടാൻ അല്ലേ. ആകാശത്തൊട്ടിൽ പിള്ളേഴ്സിന് കളിക്കാൻ പറ്റും. പക്ഷെ ഇത് വർക്കിംഗ് തന്നെയാന്ന് തോന്നുന്നു. ആളില്ലാത്തോണ്ടായിരിക്കൂലേ. അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. സ്ഥലം നല്ലേ, പക്ഷെ ചുറ്റിനും കുറച്ച് പ്ലാസ്റ്റിക് എല്ലാം ഉണ്ട്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇത്ര പ്ലാസ്റ്റിക്. അതെ അതെ, വേസ്റ്റും കാര്യങ്ങളിലും ഉണ്ട് ഒരുപാട്. നാടെല്ലാം കാണുന്നതെല്ലാം പ്ലാസ്റ്റിക്കാണ്. ആൾക്കാർ നിൽക്കുന്നിടത്തില്ല, ആൾക്കാർ കൊണ്ടിട്ടതാ. അത് ബോട്ട് സവാരിയും കാര്യങ്ങളിലുണ്ട്. അവരെ മേത്ത് ഷെയ്ഡ് എടുക്കും. മണ്ണ് കൂട്ടിയിട്ടുണ്ട്, വഴുതി വീഴുന്ന നല്ല രസം കിട്ടാണ്. ശരിക്കും നമ്മളെ നാട്ടിലെവിടെയോ സ്ഥലം കാണാൻ പോയ പോലെ ഉണ്ട്. ഡൽഹിന്റെ ഒരു ഭാഗമാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഹരിയാനയിലല്ലോ ഇത്. ഹരിയാനയില്. സത്യം പറഞ്ഞാൽ ഡൽഹി നമ്മൾ ഹരിയാനയുടെ അടുത്തായതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് വരാൻ പറ്റുന്നത്. നമ്മൾ ഇന്നാളും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മള് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് കണ്ടതിന് ശേഷം അവർ അഭിപ്രായം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പോൾ അവർ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് രാവിലെ ഇങ്ങനെ കാണിച്ചു. രാവിലെ അവർ വന്നത്, രാവിലെ സമയത്ത് അവർ വന്ന് തണുപ്പിൻ്റെ ആ ഒരു സമയത്ത് നല്ല അടിപൊളിയാണ്. വന്നു കഴിഞ്ഞാൽ ഇന്നെല്ലാം പറഞ്ഞാൽ നമ്മളങ്ങനെ എന്തായാലും ഒന്ന് വന്ന് കണ്ടു കളിയാന്ന് ചോദിച്ചാൽ വന്നത്. ഇത് ഇവിടെ കയാക്കിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തുഴഞ്ഞുഴഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ല, മറന്നുപോയി. നമ്മൾ ഗുഡ്ഗാവ് സൈഡിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുഡ്ഗാവിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്ററോളം ദൂരം ഉണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതാ നമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്നില്ല പാരാഗ്ലൈഡിങ് കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ നല്ല ഹൈറ്റിൽ പൊന്തിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഒരു നാൾ നമ്മളും പറക്കും. അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചില്ല. റേറ്റ് ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം ടങ് 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 ഹൃദയം തകർന്നു പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് അടുത്തേക്ക് പോവാൻ. അപ്പൊ അതിന്റെ പൈസയായി ഇതിൻ്റെത് പാരാഗ്ലൈഡിങ്ങിൻ്റെ പറയും. അയ്യോ, എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. എന്തായാലും നമ്മള് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ ഇന്ന്. പോരാ, ഒന്നെങ്കിൽ ഒട്ടക സഫാരി, ഒട്ടക സവാരി, അല്ലെങ്കിൽ ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ അവിടുന്ന് എല്ലാത്തിൻ്റെ വില വിവരങ്ങളും അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടേ. നമ്മളാ മറ്റേ പാരാഗ്ലൈഡിങ് നടക്കുന്നില്ലേ, അപ്പോൾ അതിന് 1500 മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒരാൾക്ക്. ഒരു തവണ റൈഡ് ചെയ്യാൻ വേണ്ടി 1500, 2000, 2500, 3000 അങ്ങനെ ഓരോ സമയത്തിനനുസരിച്ചിട്ടാണ്. പിന്നെ അതെ, അടിപൊളിയാണ്. ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സംഭവമാണത് അല്ലേ. അതെ, ഇപ്പം തന്നെ വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈറ്റിൽ തന്നെ പോകുന്നുണ്ടത്. അപ്പോൾ അതിനെ പിന്നെ അതുപോലെ തന്നെ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 200 രൂപയാണ് ബോട്ടിൻ്റെ ചാർജ്. ബോട്ടിൽ 200 വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വേണമെങ്കിലും പോവാം, രണ്ടാൾക്ക് കപ്പിളിന് വേണ്ടേ അങ്ങനെയും വാങ്ങാൻ പറ്റും. അതെ, സൗണ്ട് അങ്ങോട്ട് പോയി അല്ലേ. അതിന് നമ്മൾ ഒട്ടകത്തിന് നമ്മൾ കയറാമെന്ന് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് ചാർജ് കുറവാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് പോകാം. അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും ഒട്ടകത്തിൻ്റെ മുകളിൽ സവാരി ചെയ്യാം. കുതിരപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മളത് കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുതിരയല്ല, ഒട്ടകാണ്. ഒട്ടകപ്പുറത്ത് ഒട്ടക സവാരിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇതാ മുമ്പിലൊരു ഒട്ടകം പോകുന്നുണ്ട്, അത് കാണിക്കും. ഇത്രയും 2 തടിമന്മാരുടെ വെയിറ്റ് അത് പാവ ഈ ഒട്ടകം താങ്ങുന്നു. 10-200 കിലോകളുണ്ട്. സത്യം, ഇതിന് താങ്ങുന്നില്ല. അതിന്റെ സ്പീഡൊക്കെ കറങ്ങി താങ്ങുന്നു.
നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി സൂപ്പർ എക്സ്പീരിയൻസ് കേട്ടാ. പാവം ഇതിനത്ര വെയിറ്റ് താങ്ങി, അതാ നമുക്ക് സങ്കടം. അല്ല, എനിക്കത് സങ്കടം. കൊള്ളാം എന്തായാലും. 200 രൂപ. നല്ല വ്യൂ ഉണ്ടല്ലേ ഇതാ. ഈ ഒട്ടകത്തിനെയും നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അടിപൊളി. വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ നാരങ്ങാ വെള്ളം, മധുരമുള്ള നാരങ്ങാ വെള്ളം നല്ല അടിപൊളിയാണ്. പക്ഷെ നമ്മൾ നേരത്തെ ആ ചങ്ങായിൻ്റെ അടുത്ത് പോയാൽ അവർ നമുക്ക് 2 കുപ്പി കൊക്കോകോള തന്നല്ലേ, പെപ്സി. അത് വെറുതെയാ. 2 ബോട്ടിൽ കൊക്കോകോള. അതെ. അതിലുണ്ട് പാവം ബൂബു. ബൂബു അല്ലേ? എല്ലാം ഉണ്ട്. നല്ല സുഖത്തിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. കൊതുകും ഇല്ല. പിന്നെ നമ്മളങ്ങനെ ഇപ്പം തലേന്റെ മുകളിൽ ഇപ്പം വലിയൊരു ഗോപുരം പണിയുന്ന സമയം എല്ലാം കൊണ്ട് നമ്മളിന്ന് ഇറങ്ങി നന്നായി. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തിനോട് വിട പറയാൻ നോക്കലാന്ന്. അപ്പോ വേഗം വീട് പിടിക്കാം. വേഗം പോവാം. എന്തായാലും ഇവിടുന്ന് 1 മണിക്കൂർ നേരത്തെ ഓട്ടം ഉണ്ട് റൂമിലേക്ക്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ വരാം അല്ലേ. ഇതാ വേറെ ഒരു ഒട്ടകം ഇതുപോലെ പറകുന്നു വരുന്നുണ്ട്. അതെ, കയറാനും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടാണ് അതിലോ. കാരണം പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് പൊന്തും, പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെയുള്ള ഒരു വശം കൊണ്ട് വേണ്ട. ഒട്ടത്തിൽ നമ്മൾ പോയ പോലെ സവാരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ നല്ല അടിപൊളി അല്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് ആയാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതെ, എന്താ വേണ്ട ഇതുപോലെ നമ്മൾ പോയത്. അപ്പോൾ ഏതായാലും നമുക്ക് പിന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ട്രിപ്പായിട്ടോ വേറെ ഏതെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് എടുക്കൂല. അതെ, നമ്മൾ ഏതെങ്കിലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.